വെൽക്കം ബാക്ക് ടു ലേണിനോ ജോബ് അപ്ഡേറ്റ്സ്. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ വിവിധ വർക്ക് സെന്റർ യൂണിറ്റുകളിൽ 391 ഒഴിവുകളുണ്ട്. സെപ്റ്റംബർ 7 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഏതൊക്കെ പോസ്റ്റുകളാണ്, അതിന്റെ ഗ്രേഡ് ഏതാണ് വരുന്നത്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണ്, മിനിമം എസെൻഷ്യൽ എക്സ്പീരിയൻസ് ക്രെഡൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ജൂനിയർ എഞ്ചിനീയർ കെമിക്കൽ. അപ്പൊ അതിന്റെ പേ സ്കെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ കെമിക്കൽ, പെട്രോകെമിക്കൽ, കെമിക്കൽ ടെക്നോളജി, ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. മിനിമം 8 years ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ കെമിക്കൽ ഡിസിപ്ലിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് വരുന്നത്. അത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ വിത്ത് മിനിമം 60% മാർക്ക്. അവിടെ മിനിമം 8 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ലൈൻ എക്സ്പീരിയൻസ് ഇൻ മെഡിക്കൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ദെൻ ഫോർമാൻ ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിത്ത് മിനിമം 60% മാർക്ക്. 2 year ആണ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ലൈൻ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഫോർമാൻ ഇൻസ്ട്രുമെന്റേഷൻ, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിത്ത് മിനിമം 60% മാർക്ക്. 2 year ആണ് എക്സ്പീരിയൻസ് പറയുന്നത്. അടുത്ത ഫോർമാൻ സിവിൽ ആണ്. അഗൈൻ ഡിപ്ലോമ ഇൻ സിവിൽ ആണ്. 2 years തന്നെയാണ് പറയുന്നത്. ജൂനിയർ സൂപ്പറിൻറ്റൻഡന്റ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ബാച്ചുലർ ഡിഗ്രി ഓഫ് മിനിമം 3 years ഡ്യൂറേഷൻ ഹിന്ദി ലിറ്ററേച്ചർ, ഹിന്ദി വിത്ത് മിനിമം 55% മാർക്സ് ആൻഡ് ഷുഡ് ഹാവ് ഇംഗ്ലീഷ് as വൺ ഓഫ് ദ സബ്ജക്ട്. ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. 3 years ആണ് എക്സ്പീരിയൻസ് പറയുന്നത്. അടുത്ത ജൂനിയർ കെമിസ്റ്റ് ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം വിത്ത് 55% മാർക്ക്. അതേപോലെ തന്നെ 2 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഇൻലൈൻ എക്സ്പീരിയൻസ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ജൂനിയർ അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇക്വലന്റ് CA അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കോമേഴ്സ് ഓഫ് മിനിമം 2 years വിത്ത് 60% മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി വേണമെന്ന് പറഞ്ഞിട്ട് 2 years ആണ് എക്സ്പീരിയൻസ് പറഞ്ഞത് ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ. അത് ഏതിലേക്കാണെന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലബോറട്ടറി, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് BSc വിത്ത് കെമിസ്ട്രി ഓഫ് മിനിമം 3 years വിത്ത് മിനിമം 55% മാർക്ക്. 1 year ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഓപ്പറേറ്റർ കെമിക്കൽ, ബാച്ചിലർ ഡിഗ്രി ഇൻ വിത്ത് സബ്ജക്ട്സ് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ BSc കെമിസ്ട്രി വിത്ത് മിനിമം 3 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 55% മാർക്ക് പറഞ്ഞിട്ടുണ്ട്. 1 year ആണ് ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ, അത് മെട്രിക് പ്ലസ് ITI ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തും 2 year ക്വാളിഫിക്കേഷൻ പറഞ്ഞ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെന്റേഷൻ, അഗൈൻ ITI 2 year എക്സ്പീരിയൻസ്. അടുത്തത് ഇതേപോലെ തന്നെ ടെക്നീഷ്യൻ മെക്കാനിക്കൽ, ടെലികോം ആൻഡ് ടെലിമെട്രി, അതിലും ഈ പറഞ്ഞ പോലെ ITI കഴിഞ്ഞവർക്കാണ് 2 years എക്സ്പീരിയൻസ് വേണം. ഓപ്പറേറ്റർ ഫയർ, അതിൽ +2 or equivalent with minimum 6 months duration of fireman's training course and driving license for heavy vehicle. Fire tenders proficiency in operating the pump and firefighting equipments. 2 years of fire and safety discipline experience ഉണ്ടാവണം. നെക്സ്റ്റ് ഓപ്പറേറ്റർ, അതിൽ നമുക്ക് മെട്രിക് പാസ് വിത്ത് ITI ട്രേഡ്സ്മാൻഷിപ്പ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 55% മാർക്ക്. 1 year എക്സ്പീരിയൻസ്. അടുത്ത അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആണ്. അതിൽ ബാച്ചുലർ ഡിഗ്രി ഓഫ് മിനിമം 3 years BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 1 year എക്സ്പീരിയൻസ്. ബിസിനസ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ BBA, BS, BBM ഒക്കെ കഴിഞ്ഞവർക്ക് 1 year എക്സ്പീരിയൻസ്. സോ ഇത്രയാണ് നമുക്ക് പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം കോഴ്സുകൾ കഴിഞ്ഞവർ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ, ഇപ്പൊ ITI ലെവലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ പരിഗണിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവര് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. അതിന്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 50 rupees ആണ്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീ ആണ്. SC ST PWBD കാറ്റഗറി ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൽ നമുക്ക് സെലക്ഷൻ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും റിലവന്റ് ആയിട്ടുള്ള ഡിസിപ്ലിനുകളിൽ. ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അങ്ങനെ ഓരോന്നിലും അതിൽ പറഞ്ഞിട്ടുണ്ട് റിട്ടൺ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റും ഉണ്ടാവും.
പിന്നെ അതേപോലെ ജൂനിയർ സൂപ്രണ്ടന്റ് ആണെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിവേ റിട്ടൺ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും ആണ് ഉണ്ടായിരിക്കുന്നത്. ചില പോസ്റ്റുകൾക്ക് മാത്രം കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആണ് വരുന്നത്. സോ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. താങ്ക് യു.